ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? 1/2 കിലോ ചിക്കനിലാണ് നമ്മളിതുണ്ടാക്കുന്നത്. നിങ്ങൾ കൂടുതൽ അളവിലാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ അതിനനുപാതമായി എല്ലാ അളവുകളും കൂട്ടിയാൽ മതി. 1/2 കിലോ ചിക്കൻ മോരൊഴിച്ച് നന്നായി കഴുകിയെടുക്കുക. ചിക്കൻ്റെ സ്മെല്ല് പോകുന്നതിനാണ് മോരൊഴിച്ച് കഴുകുന്നത്. ഇനി മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ ചേർക്കുക, അല്ലെങ്കിൽ 1.5 സ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും, പക്ഷേ നല്ല റെഡ് കളറായിരിക്കും വിഭവത്തിന്. ഇനി അടുത്തതായി 1 സ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഗരം മസാല ചേർക്കുക. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്താലും മതി. അടുത്തതായി 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടിയാൽ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ നീരിന് പകരം വിനാഗിരി 1 സ്പൂൺ ഒഴിച്ചാലും മതി. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യുക. മസാല ചിക്കൻ കഷ്ണങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ പിടിച്ചിരിക്കണം. ഇനി ഇത് അടച്ച് ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് എത്ര കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുവോ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം വറക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് 3 മണിക്കൂർ കഴിഞ്ഞു. വറക്കുന്നതിന് മുമ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്യുക. വറക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് വെള്ളമയം പോയ ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. പാനിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നതെങ്കിൽ എണ്ണ ചൂടാകുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഇത് ബിഗിനേഴ്സിനുള്ള ഒരു ടിപ്പാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ കൈ പൊള്ളിക്കാതെ മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിൽ കുത്തി നിറച്ചിടരുത്, കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നാലേ ചിക്കൻ നന്നായി വെന്ത് മുരിഞ്ഞു വരികയുള്ളൂ. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് പൊരിക്കണം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടതും ഇളക്കരുത്, 1 മിനിറ്റിന് ശേഷം ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ ചിക്കനിലുള്ള മസാല എണ്ണയിൽ കലരും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറക്കാം. നല്ല മണമായിരിക്കും ചിക്കൻ വറുക്കുമ്പോൾ. വെന്ത് നല്ല ബ്രൗൺ കളറായാൽ ചിക്കൻ കഷ്ണങ്ങൾ കോരി മാറ്റുക. ഇങ്ങനെ എല്ലാ ചിക്കനും വറുത്തെടുക്കുക. ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കുമെല്ലാം നല്ലൊരു കോംബോവാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.